2020 അക്കൗണ്ടിംഗ് പേപ്പർ ഫസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If the benefit of an expenditure lasts for more than 1 year is treated as. ഒരു ചെലവിൻ്റെ പ്രയോജനം ഒന്നിൽ കൂടുതൽ വർഷം ലഭിക്കുകയാണെങ്കിൽ അതിനെ ഡാഷായി പരിഗണിക്കുന്നു. ക്യാപിറ്റൽ, ലയബിലിറ്റീസ്, അസറ്റ്, റവന്യൂ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ അസറ്റ് എന്നാണ്. അഥവാ the benefit of an expenditure lasts for more than 1 year is treated as assets. Then the second question, a laptop purchased by the owner of a business for his personal use is not recorded in the books of the business because of dash concept. ഒരു ബിസിനസ് ഉടമ വ്യക്തിപരമായ ഉപയോഗത്തിന് ലാപ്ടോപ്പ് വാങ്ങിച്ചത് ബിസിനസിന്റെ ബുക്കിൽ രേഖപ്പെടുത്താത്തതിനുള്ള കാരണം ഡാഷ് തത്വമാണ്. മണി മെഷർമെന്റ്, ബിസിനസ് എൻറ്റിറ്റി, ഡ്യുവൽ ആസ്പെക്ട്, മാച്ചിങ് കോൺസെപ്റ്റ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ബിസിനസ് എൻറ്റിറ്റി അഥവാ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ് എന്ന തത്വപ്രകാരമാണ് ഇത്. Then the third question, dash provide the evidence for each transaction in a business. ഒരു ബിസിനസ്സിലെ എല്ലാ ഇടപാടിനുമുള്ള എവിഡൻസ് നൽകുന്നത് എന്താണ്? തെളിവുകൾ എന്താണ്? എ സോഴ്സ് ഡോക്യുമെന്റ്, ബി റവന്യൂ, സി എക്സ്പെൻസസ്, ഡി അസറ്റ്. കറക്റ്റ് ആൻസർ സോഴ്സ് ഡോക്യുമെന്റ്. Then next question, the transaction recorded in passbook are same as that of dash. ഒരു പാസ്ബുക്കിലെ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾ ഡാഷിനു സമമാണ്. ഓപ്ഷൻസ്: ബാങ്ക് കോളം ക്യാഷ് ബുക്ക്, ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക്, റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്, നൺ ഓഫ് ദിസ്. പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏതിന് സമമായിരിക്കും എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിനും പാസ്ബുക്കിലെ എമൗണ്ടും സെയിം ആയിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് സെയിൽസ് ടു സുകുമാർ ഫോർ ₹35,000 വാസ് ഡെബിറ്റഡ് ടു സുകുമാർ അക്കൗണ്ട് വിത്ത് 3,500. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ. സുകുമാറിന് 35,000 രൂപയ്ക്ക് കടത്തിന് സാധനങ്ങൾ വിറ്റത് സുകുമാർ അക്കൗണ്ടിൽ 3,500 എന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. സോ ഏത് തരം എററാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നാണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആൻഡ് എറർ ഓഫ് കമ്മീഷൻ. 4 എറേഴ്സ് ആണുള്ളത്. എറർ ഓഫ് പ്രിൻസിപ്പൽ, എറർ ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, എറർ ഓഫ് കമ്മീഷൻ. ഇതിൽ ഇവിടുത്തെ ആൻസർ എറർ ഓഫ് കമ്മീഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെന്റ് പെയ്ഡ് ഈസ് റെക്കോർഡഡ് ഇൻ ഡാഷ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരിയഡ്. ഒരു അക്കൗണ്ടിംഗ് പീരിയഡിന്റെ അവസാനത്തിൽ സാമ്പത്തിക പത്രികകൾ തയ്യാറാക്കുമ്പോൾ വാടക നൽകിയത് ഡാഷിലാണ് രേഖപ്പെടുത്തുക. നമുക്ക് അറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രധാനമായിട്ടും 3 അക്കൗണ്ടുകളാണ് ഉണ്ടാവുക. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മറ്റൊന്ന് ബാലൻസ് ഷീറ്റ്. അങ്ങനെയാണെങ്കിൽ റെന്റ് പെയ്ഡ് ഏതിൽ വരുമെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഓൾ ഓഫ് ദിസ്. ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് നമുക്കുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ആൾ ഓഫ് ദിസ്. ഇതിലെ കറക്റ്റ് ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. Then 7th one, dash are created in database to store data. ഒരു ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്?
ഓപ്ഷൻസ് റിപ്പോർട്ട്, ക്വറീസ്, ടേബിൾസ്, ഫോംസ് എന്നിങ്ങനെ ഉണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ ടേബിളുകളാണ്. Then, eighth question, dash is an interactive link between the user and database. യൂസറും ഡാറ്റാബേസും ഇടയിലുള്ള ഒരു ഇന്ററാക്റ്റീവ് ലിങ്ക് ആണ് ഡാഷ്. ഓപ്ഷൻസ് റിപ്പോർട്ടിംഗ് സിസ്റ്റം, ഫ്രണ്ട് എൻഡ് ഇന്റർഫേസ്, ബാക്ക് എൻഡ് ഇന്റർഫേസ്, ഡാറ്റാബേസ്, ദെൻ ഡാറ്റ പ്രോസസ്സിംഗ്. കറക്റ്റ് ആൻസർ ഫ്രണ്ട് എൻഡ് ഇന്റർഫേസ് എന്നാണ്. 10th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഡയഗ്രാം. ഡാറ്റ ഡാഷ് ഇൻഫർമേഷൻ. നമുക്കറിയാം ഇൻഫർമേഷൻ മീൻസ് പ്രോസസ്ഡ് ഡാറ്റ എന്ന് പറയും. ഡാറ്റ പ്രോസസ് ചെയ്തതിന് പറയുന്ന പേരാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ റിപ്പോർട്ടിംഗ്, റെക്കോർഡിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് നൺ ഓഫ് ദീസ് ആർ ദ ഓപ്ഷൻസ്. കറക്റ്റ് ആൻസർ ഈസ് പ്രോസസ്സിംഗ്. ദാറ്റ് ഈസ് ഡാറ്റ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ആയിട്ട് മാറുമെന്നർത്ഥം. And the 10th question, fill the table on the basis of the hint given below. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് താഴെ തന്ന ടേബിൾ ഫില്ല് ചെയ്യുക. ഐറ്റംസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഹിന്റ് ഇതാണ്: ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആഡഡ് ടു സാലറി ഓൺ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയോടൊപ്പം ഡെബിറ്റ് ചെയ്തിരിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കണമെന്നും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണമെന്നുമാണ്. അങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന രണ്ട് ഐറ്റംസിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒന്ന് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ കാണിക്കണമെന്നും ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കണമെന്നും നോക്കുക. മറ്റൊന്ന് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ട ഭാഗവും ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഭാഗവും ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അതിന്റെ കറക്റ്റ് ആൻസർ ഇങ്ങനെയാണ്: കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആഡഡ് വിത്ത് കമ്മീഷൻ ഓൺ ക്രെഡിറ്റ് സൈഡ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കമ്മീഷനോടൊപ്പം ആഡ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും വേണം. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യുകയും വേണം. ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യുകയും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. Then next question, identify the accounting principle related to the following. താഴെ തന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുക എന്നതാണ്. ഒന്നാമത് ഇതാണ്: അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ പർച്ചേസ് പ്രൈസ്. അസറ്റ് പർച്ചേസ് പ്രൈസിലാണ് വാങ്ങുക. ആൻസർ ആണ് ഞാൻ താഴെ തന്നിരിക്കുന്നത്. നോക്കാം. അസറ്റ് പർച്ചേസ് പ്രൈസിൽ വാങ്ങുന്നു എങ്കിൽ അതിന്റെ കോൺസെപ്റ്റിന്റെ പേര് കോസ്റ്റ് കോൺസെപ്റ്റ് എന്നാണ്. ദെൻ മറ്റൊന്ന്, ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ സം ഡോക്യുമെന്റ്സ്. എല്ലാ ഇടപാടിനും, ഒരു ബിസിനസ്സിലെ ഓൾ ട്രാൻസാക്ഷനെയും ഒരു ഡോക്യുമെന്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഒരു ഡോക്യുമെന്റ് വഴി സപ്പോർട്ട് ചെയ്തിരിക്കണം. ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേര് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്നാണ്. ദെൻ 12th question, that is, write any two difference between capital expenditure and revenue expenditure. Capital expenditure-ഉം revenue expenditure-ഉം തമ്മിലുള്ള വ്യത്യാസത്തിന് രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക എന്നാണ് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ദെൻ നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ വ്യത്യാസമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സ്പെൻഡിച്ചറുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പക്ഷെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാവുന്ന അഥവാ ക്യാപിറ്റൽ അസറ്റിന്റെ പർച്ചേസുമായി ബന്ധപ്പെട്ട, ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസുമായി ബന്ധപ്പെട്ട
എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഡേ ടു ഡേ കോണ്ടക്ട് ആണ് എങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ റിക്കറിംഗ് ഐറ്റം ആണ്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റിക്കറിംഗ് ഐറ്റം ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1 year ബേസ്ഡ് ആയിരിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ചിടത്തോളം മോർ ദാൻ 1 year ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എക്സ്പ്രസ് ചെയ്യുക എങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്പ്രസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലായിരിക്കും. ഇത്രയുമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. Then next question, 13th question, enter the following transaction in a suitable subsidiary book. ഓക്കെ, ശ്രദ്ധിക്കുക. 2019 മാർച്ച് 10 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റോയൽ ഏജൻസീസ് മദ്രാസ്. 10 book at ₹250 each, 20 pen at ₹145 each. ഇതിന് നമ്മൾ ഉണ്ടാക്കേണ്ട ബുക്ക് പർച്ചേസ് ബുക്കായിരുന്നു. പർച്ചേസ് ബുക്കിൽ നമ്മൾ എഴുതും, ഡേറ്റ് എഴുതുന്നു, റോയൽ ഏജൻസീസ്, നെയിം ഓഫ് സപ്ലയർ റോയൽ ഏജൻസീസ്. 10 ബുക്ക് 250 രൂപയാണ്. അപ്പോൾ 10 × 250 2500 എന്ന എമൗണ്ട് എഴുതും. ദെൻ 20 പെൻ 145 രൂപയാണ്. അപ്പോൾ 20 × 145 2900 എമൗണ്ടിൽ എഴുതുന്നു. ഇതാണ് പർച്ചേസ് ബുക്ക്. നോർമൽ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും ഇതുപോലത്തെ ഫോർമാറ്റ് തന്നെയാണ്. ചില കേസുകളിൽ ഇതിനകത്ത് ഡിസ്കൗണ്ട് വരാറുണ്ട്. ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് കൂടെ മൈനസ് ചെയ്തിട്ട് എമൗണ്ട് കോളത്തിൽ കാണിച്ചാൽ മതി. 14th ക്വസ്റ്റ്യൻ. ജിത്തു റിസീവ്ഡ് എ ബില്ല് ഫ്രം ഹിസ് ഡെബ്റ്റർ ആര്യ for ₹24,000 on 1st May 2019 for a period of 3 months. He discounted the bill with his bank on the same day at the rate of 6% per annum. Find out the amount of discount. ജിത്തു ഒരു ബില്ല്, ജിത്തു ആര്യയ്ക്ക് എന്ത് ചെയ്യുന്നു, 24,000 ഒരു ബില്ല് നൽകുന്നു. 1st May 2019 ആണ്, 3 മാസത്തേക്കുള്ള ബില്ലാണ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് 6% ദെൻ അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണെന്ന് കാണാനാണ്. സിമ്പിൾ ആണ്. 24,000 ആണ് എമൗണ്ട്. 24,000 × 6/100 ദാറ്റ് ഈസ് 6% ഇൻറ്റു 3 മാസത്തേക്കാണ് 3/12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഡിസ്കൗണ്ട് കാണാനുള്ള മാർഗം എമൗണ്ട് ഇൻറ്റു എത്ര ശതമാനമാണോ ഇൻറ്റു എത്ര മാസത്തേക്കാണോ ഡിവൈഡ് ബൈ 12 ചെയ്യുക. 15th ക്വസ്റ്റ്യൻ. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ നന്ദ ഈസ് ഗിവൻ ബിലോ. കറക്റ്റ് ഇറ്റ് ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക്. ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു നന്ദയുടെ. ഇത് കറക്റ്റ് ആണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അഥവാ കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ കറക്റ്റ് ആക്കി കാണിച്ചു കൊടുക്കാം. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 4500. ബാങ്ക് ചാർജ് ഡെബിറ്റഡ് ടു പാസ്ബുക്ക് 200. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക് -300. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 4400. നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്കും തന്നിരിക്കുന്നു, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും തന്നിരിക്കുന്നു. ഇതിനകത്ത് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തത് മൈനസിലാണ് കാണിച്ചിരിക്കുന്നത് പാസ്ബുക്കിൽ. അത് തെറ്റാണ് അല്ലെ. അഥവാ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക് പ്ലസിലാണ് വരേണ്ടത്. ദെൻ ബാങ്ക് ചാർജ് പ്ലസിൽ വന്നിരിക്കുന്നു, അത് മൈനസ് ആണ്. അപ്പൊ അത് രണ്ടും മാറ്റമുണ്ട് എന്നതാണ് ഇവിടുത്തെ ഒരു ഇൻകറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്നു. എങ്ങനെ കറക്റ്റ് ചെയ്യാം? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 4500. ഇൻട്രസ്റ്റിന് പ്ലസ് കോളത്തിലേക്ക് എഴുതുന്നു. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് 300 രൂപ. ബാങ്ക് ചാർജിന് മൈനസ് കോളത്തിലേക്ക് എഴുതുന്നു 200 രൂപ. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 4600 രൂപയാണ് ഉണ്ടാവുക. ഇതാണ് നമ്മൾ തെറ്റ് തിരുത്തിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദി ഫോളോയിങ് ഐറ്റംസ്. താഴെ തന്നിരിക്കുന്ന ഐറ്റത്തിൽ നിന്ന് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിരുന്നു. പർച്ചേസ് 40,000 രൂപ, സെയിൽസ് 64,000 രൂപ,
ക്യാപിറ്റൽ 50,000 രൂപ, ഫർണിച്ചർ 20,000 രൂപ, റെന്റ് പെയ്ഡ് 5,000, സാലറീസ് 9,000, ഡ്രോയിങ്സ് 10,000, ബിൽഡിംഗ് 30,000. കുറെ ഐറ്റംസ് തന്നിരിക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ട്രയൽ ബാലൻസ് നമുക്കറിയാം, എക്സ്പെൻസുകളും അസറ്റുകളും ഡെബിറ്റ് സൈഡിലും ഇൻകവും ലയബിലിറ്റിയും ക്രെഡിറ്റ് സൈഡിലേക്കും മാറ്റിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആവും. ഇതാണ് ട്രയൽ ബാലൻസ്. ഇതിനകത്ത് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. പർച്ചേസ് എക്സ്പെൻസ് ആണ്, സെയിൽസ് ഇൻകം ആണ്, ക്യാപിറ്റൽ ലയബിലിറ്റി ഐറ്റം ആണ്, ഫർണിച്ചർ അസറ്റ് ആണ്, റെന്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ്, സാലറീസ് 9,000 എക്സ്പെൻസ് ആണ്, ഡ്രോയിങ്സ് എക്സ്പെൻസ് ആണ്, ബിൽഡിംഗ് അസറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് മാറ്റി എഴുതുന്നു. ശ്രദ്ധിക്കാം. ട്രയൽ ബാലൻസിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. പർച്ചേസ് 40,000, സെയിൽസ് 64,000 ക്രെഡിറ്റിലേക്ക്, ക്യാപിറ്റൽ 50,000 ക്രെഡിറ്റിലേക്ക്, ഫർണിച്ചർ, റെന്റ് പെയ്ഡ്, സാലറി, ഡ്രോയിങ്, ബിൽഡിംഗ് എഴുതുമ്പോൾ രണ്ട് സൈഡിലും ടോട്ടൽ 1,14,000 എന്ന് കിട്ടും. ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്രയൽ ബാലൻസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് റിസർവ് ഇൻ ടു റവന്യൂ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ്. താഴെ തന്നിരിക്കുന്ന റിസർവുകളെ റവന്യൂ റിസർവായിട്ടും ക്യാപിറ്റൽ റിസർവായിട്ടും ഐഡന്റിഫൈ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നോക്കാം. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ അഥവാ ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പത്തെ പ്രോഫിറ്റ്. സെക്കൻഡ് വൺ, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്. തേർഡ് വൺ, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്. ഫോർത്ത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിഫ്ത്ത്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. സിക്സ്ത്, പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. നോക്കാം നമുക്ക്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ക്യാപിറ്റൽ റിസർവ് ആണ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് റവന്യൂ റിസർവ് ആണ്. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് റവന്യൂ റിസർവ് ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ക്യാപിറ്റൽ റിസർവ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് റവന്യൂ റിസർവ് ആണ്. പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ക്യാപിറ്റൽ റിസർവ് ആണ്. ഇങ്ങനെയാണ് ക്യാപിറ്റൽ റിസർവും റവന്യൂ റിസർവിനെയും തരംതിരിച്ചിരിക്കുന്നത്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ജേർണൽ എൻട്രീസ് ഗിവൺ ബിലോ. 2018 December 1st, dash account debtor to Sunil account. Purchased goods from Sunil എന്നാണ് അതിൻ്റെ നരേഷൻ. എമൗണ്ട് 10,000. നരേഷൻ നോക്കിയിട്ട് നമുക്ക് ആ ജേർണലിൽ ഫില്ല് ചെയ്യാൻ സാധിക്കണം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സുനിൽ എൻട്രി എന്താ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സുനിൽ അക്കൗണ്ട് എന്നാണ് വരേണ്ടത്. അപ്പോൾ അവിടെ വിട്ടുപോയത് പർച്ചേസ് എന്നതാണ്. ദെൻ December 10th ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്നാണ് ജേർണൽ എൻട്രി കാണിക്കുന്നത്. ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസിൽ വിട്ടുപോയിരിക്കുന്ന അവിടെ നരേഷൻ കൊടുക്കാനാണ് മറന്നുപോയിരിക്കുന്നത്. സോ നമ്മൾ അതിന് നരേഷൻ കൊടുക്കണം. ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണെങ്കിൽ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ പർപ്പസ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഹിയർ ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ പർപ്പസ്. ഒരാൾ ബിസിനസ്സിൽ നിന്നും സാധനങ്ങൾ പേഴ്സണൽ പർപ്പസിന് കൊണ്ടുപോകുമ്പോഴാണ് ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് കാണിക്കുക. അപ്പോൾ വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ പർപ്പസ് എന്നാണ് നരേഷൻ നമ്മൾ എഴുതേണ്ടത്. ദെൻ December 15th എൻട്രി നോക്കൂ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡാഷ്, ദാറ്റ് ഈസ് സോൾഡ് ഓൾഡ് മെഷീനറി. പഴയ മെഷീനറി വിറ്റതാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പിന്നീടുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. നമുക്കറിയാം മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ തുടങ്ങിയ ഫിക്സഡ് അസറ്റിന്റെ വാങ്ങലോ വിൽക്കലോ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫിക്സഡ് അസറ്റിന്റെ പേരാണ് എഴുതേണ്ടത്. സോ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഒന്ന് കറക്റ്റ് ചെയ്തതിന് നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സുനിൽ. സെക്കൻഡ് ഡ്രോയിങ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് നരേഷൻ. ഗുഡ്സ് വിഡ്രോ ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. ദെൻ മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി. മെഷീനറി വിറ്റ് കഴിഞ്ഞാലുള്ള എൻട്രി ക്യാഷ് ടു മെഷീനറി. ദെൻ 19th question. Prepare a statement of profit and loss from the following information.
താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 1 lakh. Capital in the beginning of year 1,50,000. Drawings made during the year 75,000. Additional capital introduced 10,000. ഓക്കെ, ഇത് നമ്മൾ സിംഗിൾ എൻട്രി എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ്. അഥവാ കാണേണ്ട ഫോർമാറ്റ് എഴുതി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണേണ്ടത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ഇയറിനോടൊപ്പം ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ഇയറിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുകയും അഡീഷണൽ ക്യാപിറ്റലും ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങും മൈനസ് ചെയ്യുകയും ചെയ്യണം. ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ഇയറിനോടൊപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുകയും അഡീഷണൽ ക്യാപിറ്റലും ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങും മൈനസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും പ്രോഫിറ്റ് ഓർ ലോസ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 1 lakh ആയിരുന്നു. ഡ്രോയിങ്സ് 75,000 ആണ്. അഡീഷണൽ ക്യാപിറ്റൽ 10,000 ആണ്. ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് 1,50,000 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ 1,75,000 നിന്നും 1,60,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 15,000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് ആണ്. ഇനി കിട്ടിയ ഉത്തരം നമുക്ക് മൈനസ് ഫിഗർ ആയിരുന്നുവെങ്കിൽ അത് ലോസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അഥവാ 15,000 നമുക്ക് കിട്ടിയത് ഇപ്പോൾ 1,70,000 നിന്നും 1,60,000 കുറച്ചപ്പോഴാണ് 15,000 എന്ന് നമുക്ക് കിട്ടിയത്. ഇത് നേരെ ഓപ്പോസിറ്റിലായിരുന്നു എങ്കിൽ, അഥവാ 1,60,000 നിന്നും 75 കുറയ്ക്കേണ്ടത് എങ്കിൽ നമുക്ക് ഇവിടെ നഷ്ടം സംഭവിക്കും. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ബേസിക് അക്കൗണ്ടിങ് ടേംസ് റിലേറ്റഡ് വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അക്കൗണ്ടിങ് ടേംസുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. ഫസ്റ്റ് വൺ, ഡിഡക്ഷൻ ഗിവൻ ടു ഡെബ്റ്റർ ഇൻ എമൗണ്ട് ഡ്യൂ ഇഫ് ദ എമൗണ്ട് ഈസ് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഡെബ്റ്റർക്ക് നമ്മൾ കൊടുക്കുന്ന ഡിഡക്ഷൻ അഥവാ പറഞ്ഞ ഡേറ്റിന് മുമ്പേ എമൗണ്ട് അടക്കുകയാണ് എങ്കിൽ, നമ്മൾ കൊടുത്ത ഡേറ്റിന് മുമ്പ് എമൗണ്ട് പേ ചെയ്യുന്നു എങ്കിൽ അത്തരം ഡെപ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഡിഡക്ഷന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ദെൻ എക്സസ് ഓഫ് റവന്യൂ ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരിയഡിലെ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള അവസ്ഥ, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള അവസ്ഥയെ പറയുന്ന പേരെന്താണ്? Third one, person who owes an amount to business for receiving some service from business. ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും ഒരു സേവനം നേടിയതിന് ഒരാൾ ബിസിനസ്സിലേക്ക് പണം നൽകാനുണ്ട് എങ്കിൽ അയാളെ പറയുന്ന പേരെന്താണ്? ഫസ്റ്റ് വൺ, ഡിഡക്ഷൻ ഗിവൻ ടു ദ ഡെബ്റ്റർ ഇൻ എമൗണ്ട് ഡ്യൂ ഇഫ് ദ പേയ്മെന്റ് ഈസ് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട്. നോക്കുക, ഡ്യൂ ഡേറ്റിന് മുമ്പ് ഒരാൾ ഒരു ഡെബ്റ്റർ പണം നൽകാൻ വേണ്ടി നൽകുന്നുവെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ക്യാഷ് ഡിസ്കൗണ്ട്. നേരെ മറിച്ച് ഒരാൾക്ക് പേയ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ എപ്പോഴാണോ സെയിൽ നടക്കുന്ന സെയിൽ ഓഫ് പോയിന്റിൽ തന്നെ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ പറയുന്ന പേര് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്നാണ് പറയാറുള്ളത്. ദെൻ എക്സ്പെൻസിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പേഴ്സൺ ഹു ഓസ് എമൗണ്ട് ടു ബിസിനസ് റിസീവിങ് സർവീസ് ഫ്രം ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു സേവനം കിട്ടിയ ആളെ, ബിസിനസ്സിലേക്ക് പണം നൽകേണ്ട ആളെ നമ്മൾ പറയുന്ന പേര് ഡെബ്റ്റർ എന്നായിരിക്കും. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് എനി 3 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും 3 ലിമിറ്റേഷനുകൾ എഴുതുക, 3 പരിമിതികൾ എഴുതുക. 1ാമത്തെ ലിമിറ്റേഷൻ പറയുന്നു ലാക്ക് ഓഫ് കോമൺ സെൻസ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കോമൺ സെൻസ് ഇല്ല എന്നത് ഒരു പരിമിതിയാണ്. സെക്കൻഡ് വൺ, 0 IQ, ഇന്റലിജന്റ് കോഷ്യൻ, ബുദ്ധിയില്ല എന്നത് 2ാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയാം. തേർഡ് വൺ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് കമ്പ്യൂട്ടറുകൾക്കില്ല. ദെൻ ഫോർത്ത് വൺ, കനോട്ട് കെയർ ഇറ്റ് സെൽഫ്, സ്വന്തമായിട്ട് സംരക്ഷിക്കാനുള്ള കെയർ ചെയ്യാനുള്ള കഴിവും കമ്പ്യൂട്ടറുകൾക്കില്ല. ദീസ് ആർ ദ 4 limitations of computer system. 22nd question,
Identify the suitable terms from the following in relation to bill of exchange and complete the table. മൂന്ന് കാര്യങ്ങൾ തന്നിരിക്കുന്നു. അതിൻ്റെ ടേം ഐഡന്റിഫൈ ചെയ്യുകയും അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഈ ബോക്സ് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഒന്നാമത്തെ പേയ്മെന്റ് ഓഫ് ബില്ല് ബിഫോർ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് ബില്ല് അടക്കുന്നത്. Then second one, extension of time for payment of bill. ബില്ലിന്റെ സമയത്തെ കുറച്ചുകൂടെ അധികരിപ്പിക്കുക. 3 മാസത്തെ ബില്ലാണെങ്കിൽ കുറച്ചും കൂടെ നീട്ടിക്കിട്ടുക, അതിനെ പറയുന്ന പേര്. മൂന്നാമത്തത് ഓതന്റിക്കേഷൻ ഓഫ് ദ ഡിസ്ഹോണർ ഓഫ് ബില്ല്. ഏതെങ്കിലും ഒരു ബില്ലിൽ ഡിസ്ഹോണർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഓതന്റിക്കേറ്റ് ചെയ്യാം. ആ ഓതന്റിക്കേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ് നോക്കാം നമുക്ക്. ആൻസർ ഇതാണ്. പേയ്മെന്റ് ഓഫ് ബില്ല് ബിഫോർ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയെ പറയുന്ന പേര് റിട്ടയറിംഗ് ഓഫ് ബില്ല്. എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഫോർ പേയ്മെന്റ് ഓഫ് ബില്ലിനെ പറയുന്ന പേര് റിന്യൂവൽ ഓഫ് ബില്ല്. ഓതന്റിക്കേഷൻ ഓഫ് ഡിസ്ഹോണർ ഓഫ് ബില്ലിനെ പറയുന്ന പേര് നോട്ടിംഗ് എന്ന് പറയും. Then next question, match the column A with B. എയിൽ ബാഡ് ഡെപ്റ്റ്, ഇൻകം ഏൺ ബട്ട് നോട്ട് റിസീവ്ഡ്, മാനേജർ കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കോളം ബി, അക്രൂഡ് ഇൻകം, ഇൻക്രീസ് ദ ക്യാപിറ്റൽ, എമൗണ്ട് അൺഎബിൾ ടു റിയലൈസ് ഫ്രം ദി ഡെപ്റ്റർ, പെർസെൻറ്റേജ് ഓൺ നെറ്റ് പ്രോഫിറ്റ്. ഇതിനെ മാച്ച് ചെയ്യിപ്പിക്കുന്നു, ശ്രദ്ധിക്കാം. ബാഡ് ഡെപ്റ്റിന് തുല്യമായിട്ടുള്ളത് എമൗണ്ട് അണേബിൾ ടു റിയലൈസ് ഫ്രം ഡെപ്റ്റർ. ഡെപ്റ്ററിൽ നിന്നും കിട്ടാത്ത എമൗണ്ടിനെ പറയുന്ന പേരാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡിന്റെ മറ്റൊരു പേര് അക്രൂഡ് ഇൻകം എന്നാണ്. ദെൻ മാനേജർ കമ്മീഷൻ ആണെങ്കിൽ അത് പ്രോഫിറ്റിന്റെ നിശ്ചിത ശതമാനമായിരിക്കും. Interest on capital, increase the capital. Then next 24th question, prepare accounting equation on the basis of the following transaction. താഴെ തന്നിരിക്കുന്ന ഇടപാടുകൾ നോക്കിയിട്ട് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. ഫസ്റ്റ് വൺ, started a business with cash 80,000 and furniture 20,000. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യാഷ് 80,000 ഫർണിച്ചർ 20,000 വെച്ച്. സെക്കൻഡ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 25,000. 25,000 രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. തേർഡ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 24,000 കോസ്റ്റിംഗ് ₹20,000. 20,000 രൂപ വില വരുന്ന സാധനം 24,000 രൂപയ്ക്ക് കടത്തിന് വിൽക്കുന്നു. നെക്സ്റ്റ്, പെയ്ഡ് റെന്റ് 1000. റെന്റ് നൽകി 1000 രൂപ. ഓക്കെ, നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അസറ്റിന്റെയും ലയബിലിറ്റിയെയും പറ്റിയിട്ടൊരു ഏകദേശ ഐഡിയ നമുക്ക് ഉണ്ടാക്കണം. ലയബിലിറ്റിയിൽ വരാവുന്ന ഐറ്റംസ് ക്യാപിറ്റൽ, ലോങ് ടേം ലോണ്, ഷോർട്ട് ടേം ലോണ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് തുടങ്ങിയ ഐറ്റംസ് ആയിരിക്കും. അസറ്റിൽ വരാവുന്ന ഐറ്റംസ് ഫർണിച്ചർ, ക്യാഷ്, ഗുഡ്വിൽ, സൺട്രി ഡെപ്റ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയ ഐറ്റംസ് ആയിരിക്കും. ദെൻ നമ്മളൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ നേരത്തെ തന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 80,000 ആൻഡ് ഫർണിച്ചർ 20,000 എന്നതാണെങ്കിൽ നമുക്കിവിടെ ക്യാഷിൽ 80,000 കൂടും, ഫർണിച്ചറിൽ 20,000 കൂടും, ദെൻ ക്യാപിറ്റൽ 1,00,000 ആകും. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 25,000 ആണ് എങ്കിൽ ക്യാഷ് 25,000 രൂപ കുറയുന്നു, പകരം സ്റ്റോക്ക് 25,000 കൂടുന്നു. Then sold goods on credit 24,000 costing ₹20,000 ആണ് എങ്കിൽ 20,000 രൂപയുടെ സ്റ്റോക്ക് കുറയുന്നു, 24,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് കൂടുന്നു, 4,000 രൂപ ലാഭം ക്യാപിറ്റലിനോടൊപ്പം കൂടും. പെയ്ഡ് റെന്റ് 1000 ആണ് എങ്കിൽ 1,000 രൂപ ക്യാഷിൽ നിന്ന് കുറയുന്നു, 1,000 രൂപ ക്യാപിറ്റലിൽ നിന്നും കുറയുന്നു.
അങ്ങനെയാണെങ്കിൽ അസറ്റ് സൈഡിൽ 54,000, 20,000, 5,000, 24,000 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,03,000 എന്ന് കിട്ടും. ഇത് തന്നെയാണ് ലയബിലിറ്റി സൈഡിലെയും എമൗണ്ട് ആയിട്ട് കിടക്കുന്നത്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഒന്ന്, ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് ബിസിനസ്. ബിസിനസ്സിലെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്സ്. അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഒന്ന്, ബിസിനസ്സിലെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. സെക്കൻഡ് വൺ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭനഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ലാഭനഷ്ടങ്ങൾ എത്രയാണ് എന്ന് കണക്കാക്കുക. തേർഡ് വൺ, ഡിപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നത് ഐഡന്റിഫൈ ചെയ്യുക, അതല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കാണിക്കുക. യൂസേഴ്സ് ആരാണോ അവർക്ക് അതിനെ എത്തിച്ചു കൊടുക്കുക. ദെൻ ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിന്റെ വ്യത്യസ്തങ്ങളായ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. Then 26th question, modern furniture received an order for making a dining table on 10th May 2019. They completed the work on 20th June 2019. The table was delivered to the customer on 25th June 2019, but the customer made the payment on 30th June 2019. മോഡേൺ ഫർണിച്ചറിന് മെയ് 2019 മെയ് 10 ഒരു ഡൈനിങ് ടേബിളിന് ഓർഡർ കിട്ടി. ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 20 ടേബിൾ കസ്റ്റമർക്ക് കൊടുത്തത് 25 കസ്റ്റമർ പണം നൽകിയത് 30 10 ഓർഡർ, ദെൻ 20 വർക്ക് കംപ്ലീറ്റ് ആയി, 25 കസ്റ്റമർക്ക് കൊടുത്തു, ദെൻ പേയ്മെന്റ് കിട്ടിയത് 30. ചോദ്യം ഇതാണ്, ഇതിൽ എങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ ഡേറ്റ് ഓൺ വിച്ച് ദിസ് ട്രാൻസാക്ഷൻ ഇസ് റെക്കോർഡ് ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ബുക്സ് ഓഫ് മോഡേൺ ഫർണിച്ചർ. മോഡേൺ ഫർണിച്ചറിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഏത് ഡേറ്റിലാണ് ഈ ഇടപാട് എഴുതി വെക്കേണ്ടത്? 10 ആണോ, 20 ആണോ, 25 ആണോ, 30 ആണോ? അടുത്ത ചോദ്യം, അതിനൊരു തത്വം ഉണ്ടായിരിക്കും, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിന്റെ പേരെന്താണ്? Then explain the accounting principle. ആ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ 3 ചോദ്യങ്ങളാണുള്ളത്. ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്, അതിന്റെ പ്രിൻസിപ്പിളിന്റെ പേരെന്താണ്, ആ പ്രിൻസിപ്പിൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് നോക്കാം. ഡേറ്റ് 25, കാരണം എന്നാണോ കസ്റ്റമർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറിയത്, പേയ്മെന്റ് നടത്തിയതല്ല ഡേറ്റ് എഴുതേണ്ടത്, പകരം എന്നാണോ ആ ടേബിളിന്റെ ഉടമസ്ഥാവകാശം കസ്റ്റമർക്ക് നൽകിയത് ആ ഡേറ്റിലാണ് നമ്മൾ ആ ഇടപാടിനെ റെക്കോർഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ആ പ്രിൻസിപ്പിളിന്റെ പേരാണ് റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ? റവന്യൂ ഫോർ ബിസിനസ് ഈസ് റെക്കോർഡഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ്. ഒരു ബിസിനസ്സിലെ റവന്യൂ എന്നത് എപ്പോഴാണോ അത് റിയലൈസ് ചെയ്യുന്നത് ആ സമയത്താണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതാണ് 3ന്റെയും ഉത്തരങ്ങൾ. ഇനി അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം. The following information are related to AM associate for the year 2018-19. Opening stock 25,000, purchase 55,000, sales 1,50,000, return inward 2,500, return outward 3,500, wages 20,000, factory rent 15,000, closing stock 14,000. Question ഇതാണ്, compute cost of goods sold and gross profit. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടെത്താനാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്.
ദെൻ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്തു നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000, പർച്ചേസ് 55,000, അതിൽ നിന്നും റിട്ടേൺ മൈനസ് ചെയ്തിട്ട് ബാക്കി എഴുതുന്നു 51,500. ദെൻ വേജസ് 20,000, ഫാക്ടറി റെന്റ് 15,000. അപ്പോൾ ടോട്ടൽ 1,11,500 എന്ന് കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസിൽ നിന്ന് റിട്ടേൺ കുറച്ച പർച്ചേസും ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകളായ വേജും ഫാക്ടറി റെന്റും കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ 1,11,500 എന്ന് കിട്ടും. അതിൽ നിന്നും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 97,500 എന്ന് കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അപ്പം നമുക്ക് കിട്ടി. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ അപ്പോൾ കോസ്റ്റ് ഓഫ് അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടി 97,500. ഇനി ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ മതി. സെയിൽസ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 1,50,000. അതിൽ നിന്നും ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 97,500 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഫ്രോം ദി ഫോളോയിങ് എറേഴ്സ്. താഴെ തന്നിരിക്കുന്ന തെറ്റുകൾക്കുള്ള റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുക എന്നാണ്. തെറ്റ് തിരുത്താനുള്ള എൻട്രികളാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക. റിപ്പയർ ടു മിഷനറി 800 ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. മിഷനറിയുടെ റിപ്പയർ അത് മാറിയിട്ട് മിഷനറി അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. Next question, purchase of furniture for 6,000 posted to the purchase account as 600. ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് 6,000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ 600 എന്ന് എഴുതിപ്പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പർച്ചേസ്ഡ് റിട്ടേൺ ബുക്ക് ഓവർകാസ്റ്റ് ബൈ. പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ഓവർകാസ്റ്റ് ചെയ്തത് 500 രൂപ. നെക്സ്റ്റ്, credit sale to Bashir 700 recorded through purchase book. However, in Bashir account it was correctly debited. ബഷീറിന് കടത്തിന് സാധനം വിറ്റ് 700 രൂപയാണ്. പക്ഷെ അത് പർച്ചേസ് ബുക്കിൽ കൊണ്ടുപോയി എഴുതി. പക്ഷെ ബഷീർ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. Then depreciation on building 3,000 not recorded anywhere. ബിൽഡിങ്ങിന്റെ 3,000 രൂപ ഡിപ്രീസിയേഷൻ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതിന് ഉള്ള ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാനാണ് പറയുന്നത്. നോക്കാം. ജേണൽ എഴുതുന്നു. ഫസ്റ്റില് മിഷനറിയുടേതാവുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെ റെക്ടിഫൈ ചെയ്യാനുള്ള കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കൽ കൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്ന്, മിഷനറി റിപ്പയർ ചെയ്തു 800, അത് മിഷനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി വരേണ്ടത് റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. പകരം ഇവിടെ മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ക്യാഷിൽ മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നത് റിപ്പയറും മിഷനറിയും തമ്മിൽ മാറുകയാണ് ചെയ്തത്. അടുത്ത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് പർച്ചേസ് അക്കൗണ്ടിൽ കൊണ്ട് എഴുതി. ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതേണ്ടത് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. പകരം പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതി പോയിട്ടുണ്ട്. ദെൻ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ഓവർകാസ്റ്റ് 500 രൂപ വന്നു. മറ്റൊന്ന്, ബഷീറിന് 700 രൂപക്ക് സാധനം കടത്തിന് വിറ്റത് പർച്ചേസ് ബുക്കിൽ എഴുതിപ്പോയി. പക്ഷെ ബഷീർ അക്കൗണ്ട് കറക്റ്റ് ആയിരുന്നു. അഥവാ സെയിൽസിൽ നിന്നും പർച്ചേസിലേക്ക് മാറണം എമൗണ്ട് ഡബിൾ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് തീരെ റെക്കോർഡ് ചെയ്തില്ല. ഈ തെറ്റെങ്ങനെ തിരുത്തിയെന്ന് നോക്കാം. ആദ്യത്തതിന് റിപ്പയേഴ്സ് ടു മിഷനറി, റിപ്പയേഴ്സ് ടു മിഷനറി എന്ന് എഴുതുന്നു 800 rupees. ദെൻ അടുത്തത് ഫർണിച്ചർ ടു പർച്ചേസ് ടു സസ്പെൻസ് അക്കൗണ്ട്, അഥവാ
ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതുന്നതിന് പകരം പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് എഴുതിപ്പോയി. അത് മാത്രമല്ല തെറ്റ്, 6000 പകരം 600 എന്ന് എഴുതിപ്പോയി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള 5400 രൂപ സസ്പെൻസ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുകയും വേണം. ദെൻ ഫർണിച്ചറിൽ നിന്നും പർച്ചേസിലേക്ക് എൻട്രിയെ ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. നെക്സ്റ്റ് ഓവർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ദെൻ അടുത്തത് ഞാൻ പറഞ്ഞു 2700 രൂപ, 1400 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് ടു സെയിൽസ് എന്ന് എഴുതിയിട്ട് നമ്മൾ അത് തിരുത്തുന്നു. ദെൻ ഡിപ്രീസിയേഷൻ കാണിക്കാത്തതുകൊണ്ട് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രീസിയേഷൻ 3000 എൻട്രി സെപ്പറേറ്റ് എഴുതി കാണിക്കുന്നു. 29th question. On 1st June 2018, Raja sold goods to Soja for ₹20,000 and drew upon her bill of exchange for 3 months. Soja accepted the bill and returned to Raja on maturity date. The bill was dishonored for non-payment. നോക്കുക, ഇത് ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2018 ജൂൺ 1 രാജ 20,000 രൂപയുടെ സാധനങ്ങൾ സോജയ്ക്ക് വിൽക്കുന്നു. 3 മാസത്തേക്ക് ഒരു ബില്ല് എഴുതുന്നു. സോജ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് റിട്ടേൺ ചെയ്യുന്നു. മെച്യൂരിറ്റി ഡേറ്റിൽ ഈ ബില്ല് ഡിസ്ഹോണർ ആകുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. പാസ്റ്റ് ജേണൽ എൻട്രി ഇൻ ദ അബൗവ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് രാജ. രാജ എന്ന ഡ്രോയറുടെ അക്കൗണ്ടിൽ എൻട്രി എഴുതാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. സെക്കൻഡ് വൺ, റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള 2 വ്യത്യാസങ്ങളും എഴുതുക. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരാവുന്ന ഇടപാടുകൾ ഏതൊക്കെയാണ് ജേണൽ എൻട്രികൾ എന്നതെന്ന് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇൻ ദ നെയിം ഓഫ് ഡ്രോയറിൽ സാധനം വിൽക്കുമ്പോൾ, അഥവാ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ഡ്രോയർക്ക് 4 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, റീറ്റെയിൻ ദ ബിൽ ടിൽ മെച്യൂരിറ്റി, ദെൻ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്, എൻഡോസ്ഡ് ടു ക്രെഡിറ്റർ, സെൻഡ് ഫോർ കളക്ഷൻ. ഇങ്ങനെ 4 ഓപ്ഷനുകളാണുള്ളത്. ആ 4 ഓപ്ഷനുകളിലും ഉണ്ടാകുന്ന ജേണൽ എൻട്രികൾ ഒന്ന് ശ്രദ്ധിക്കുക. റീറ്റെയിൻ ടിൽ മെച്യൂരിറ്റി ആണെങ്കിലും റിസീവിംഗ് ബില്ലാണ് എങ്കിലും, റിട്ടേൺ ടിൽ മെച്യൂരിറ്റി ആണെങ്കിലും, ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക് ആണെങ്കിലും, എൻഡോസ്ഡ് ആണെങ്കിലും, സെൻഡ് ഫോർ കളക്ഷൻ ആണ് എങ്കിലും ഫസ്റ്റിലെ 2 എൻട്രികൾ കോമൺ ആണ്. ഒന്നാമത് ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, സാധനം വിൽക്കുമ്പോൾ എൻട്രി ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽ എന്നും, ബില്ല് സ്വീകരിക്കുമ്പോൾ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയി എന്നതും സെയിം ആണ്. അത് കഴിഞ്ഞ് ബില്ല് കളക്ട് ചെയ്യുന്ന സമയത്ത് മെച്യൂരിറ്റിയിലാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ, ദെൻ ഡിസ്കൗണ്ടഡ് ആണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ സോ നമ്മൾ പറഞ്ഞത് 4 ഓപ്ഷനുകളാണ് ഡ്രോയറെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന്, ടിൽ മെച്യൂരിറ്റി റീറ്റെയിൻ ചെയ്യുക, ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്, എൻഡോസ്ഡ് വിത്ത് ക്രെഡിറ്റർ, ദെൻ അതേപോലെ തന്നെ സെൻഡ് ഫോർ കളക്ഷൻ. ഇങ്ങനെ 4 മാർഗങ്ങളാണുള്ളത്. അതിൽ ഓരോന്നിലും വരാവുന്ന ജേണൽ എൻട്രികൾ ഒന്ന് ശ്രദ്ധിക്കുക. സാധനം വിൽക്കുന്ന സമയത്ത് 2ഇടത്തും ഒരേപോലെ തന്നെ എൻട്രി വരുന്നത് ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡ്രോയി. ദെൻ ബില്ല് കളക്ട് ചെയ്യുന്ന സമയത്ത് മെച്യൂരിറ്റിയിലാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ, ഡിസ്കൗണ്ടഡ് ആണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡിസ്കൗണ്ട് ബിൽസ് റിസീവബിൾ എന്നാവും, എൻഡോസ് ചെയ്യുകയാണെങ്കിൽ എൻഡോസി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്നും, സെൻഡ് ഫോർ കളക്ഷൻ ആണെങ്കിൽ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്നുമാണ് എഴുതുക. ദെൻ ഇത് ഡിസ്ഹോണർ ആവുന്നു എങ്കിൽ എൻട്രി വരുന്നത് ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ, ദെൻ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു എൻഡോസി, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. നോട്ടിംഗ് ചാർജ് ആണ് എങ്കിൽ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു എൻഡോസി, ദെൻ ഡ്രോയി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇതാണ് ടോട്ടൽ ജേണൽ എൻട്രികൾ ഉള്ളത്. ആദ്യം ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കാം.
അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസറിന് മുമ്പ് ഡ്രോയുടെ ബുക്കിൽ ജസ്റ്റ് എൻട്രി ഇത്രയേ ഉള്ളൂ. പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ഡ്രോയർ, ആക്സെപ്റ്റിംഗ് ബില്ല് ഡ്രോയർ അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് പേയബിൾ, മെച്യൂരിറ്റി ടൈമിൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ദെൻ ഇതിന്റെ ജേണൽ, നമ്മുടെ ക്വസ്റ്റ്യനിലെ ജേണൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തത് നമ്മളുടെ ഡ്രോയുടെ പേര് സോജയാണ്. സോജ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അഥവാ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു സോജ, ഡേറ്റ് 1/6/2018. ദെൻ അടുത്ത എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സോജ, അതിന്റെ ഡേറ്റ് 1/6/2018 ആണ്. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നു 20,000. 4-ാം തീയതി അഥവാ നമ്മൾ പറഞ്ഞു 1/6 ശേഷം 3 മാസം ആകുമ്പോൾ 1/9, ആ 1നോടൊപ്പം 3 ദിവസം കൂടെ കൂട്ടും, അപ്പൊ 4/9 അഥവാ ഡേയ്സ് ഓഫ് ഗ്രേസ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നു 4/9/2018 സോജ അക്കൗണ്ട് അപ്റ്റർ ടു ബിൽസ് റിസീവബിൾ അഥവാ ഡിസോണർ ആകുന്നു 20,000. ദെൻ അടുത്ത അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഇതായിരുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളായിരുന്നു. 5 ബേസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ബേസിസിൽ ഒന്നാമത് പാർട്ടീസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസ് ഉണ്ട്. പ്രോമിസറി നോട്ട് ആണെങ്കിൽ 2 പാർട്ടികളെ ഉണ്ടാവത്തുള്ളൂ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേക്ക് ചെയ്യുന്നത് ക്രെഡിറ്റർ ആണ്, പ്രോമിസറി നോട്ട് ഡെപ്റ്റർ ആയിരിക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു ഓർഡർ ആണ് ടു മേക്ക് പേയ്മെന്റ് ആയിരിക്കാം, പക്ഷെ പ്രോമിസറി നോട്ട് ഒരു പ്രോമിസ് ആണ് പേയ്മെന്റ് നടത്താമെന്ന്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഡ്രോയറും പേയും സെയിം ആയിരിക്കാം, പക്ഷെ പ്രോമിസറി നോട്ടിൽ ഡ്രോയർ ആയിരിക്കില്ല പേയ്. ദെൻ ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഡ്രോയി ആണ്. ദെൻ പ്രോമിസറി നോട്ടിൽ ആക്സെപ്റ്റൻസിന്റെ ആവശ്യമില്ല. 30ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ സുജിത്ത് did not keep his books of accounts under a double entry system. The following information are available from his books for the year ended 31st March 2018. First one, creditors on 1st April 2017 28,000, creditors on 31st March 2018 40,000, cash paid to creditors 40,000. Then discount received from creditors 3,400, cash purchases 65,000. Which account is to be prepared to find out the amount of credit purchases? ക്രെഡിറ്റ് പർച്ചേസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള അക്കൗണ്ട് ഏതാണ്? ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടെത്തുന്നത്? ദെൻ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ പർച്ചേസ് ഡ്യൂറിംഗ് ദ പീരിയഡ്. ആ പീരിയഡിലെ ടോട്ടൽ പർച്ചേസ് എത്രയാണ് എന്നും ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദെൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ക്രെഡിറ്റ് സെയിൽ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾക്ക് വരാവുന്ന ഐറ്റംസ് ജസ്റ്റ് ഇതിന്റെ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കാം. ഡെബിറ്റ് സൈഡിൽ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ ആക്സെപ്റ്റഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അലവൻസ് റിസീവ്ഡ്, റിട്ടേൺ ഔട്ട്വേർഡ്, ക്ലോസിംഗ് ബാലൻസ്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഓപ്പണിംഗ് ബാലൻസസ്, ക്രെഡിറ്റ് പർച്ചേസസ്, ബിൽസ് പേബിൾ, ഡിസോണേർഡ്. ഇതാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് എല്ലാം എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് ഫോർമാറ്റ് എങ്കിൽ ഇതേപോലെ ഒരു ഫോർമാറ്റ് വരച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എഴുതുക. അതിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ്. ദെൻ ക്രെഡിറ്റ് പർച്ചേസിന് പകരം അവിടെ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കും. ബിൽസ് പേബിൾ ഡിസോണറിന് പകരം ബിൽസ് റിസീവബിൾ ആയിരിക്കും. ദെൻ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക്, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്നത് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് മാറ്റിയിട്ട് നമ്മൾ ക്യാഷ് റിസീവ്ഡ് എന്ന് എഴുതുക. ദെൻ ബിൽസ് പേബിൾ ബിൽസ് റിസീവബിൾ ആയിരിക്കും. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡിസ്കൗണ്ട് പെയ്ഡ് ആയിരിക്കും. അലവൻസ് റിസീവ്ഡ് അലവൻസ് പെയ്ഡ് ആയിരിക്കും. റിട്ടേൺ ഔട്ട്വേർഡ് റിട്ടേൺ ഇൻവേർഡ് ആവും. ക്ലോസിംഗ് ബാലൻസ് അതുപോലെ തന്നെ. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനെയും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും.
എനിവേ ടോട്ടൽ പർച്ചേസ് കാണണമെങ്കിലുള്ള ഇക്വേഷൻ ഇതാണ്. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും തമ്മിൽ കൂട്ടിയാൽ മതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു 28,000. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 40,000 ഉണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് 3,400 ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് 14,000 ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോൾ 57,400 എന്ന് കിട്ടി. ആ 57,400 രണ്ട് സൈഡിലും എഴുതുന്നു. അതിൽ നിന്നും ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കുന്ന 28,000 മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരമാണ് ഞാൻ അവിടെ ബോൾഡ് ചെയ്ത് കളർ മാറ്റിയിട്ട് പറയുന്നത് 29,400 എന്നത്. അപ്പൊ 29,400 എന്നതാണ് നമ്മളുടെ ബാലൻസ് കിട്ടുന്നത്. ആ ബാലൻസിന്റെ പേരാണ് എന്ത്? ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് 29,400 കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പർച്ചേസ് കാണാൻ എളുപ്പമാണ്. എങ്ങനെയാ? ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടെ ആഡ് ചെയ്താൽ മതി. ക്യാഷ് പർച്ചേസ് 65,000 ആണ്. പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് 29,400 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 94,400 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ ഇതാണ്. കേരള ട്രേഡേഴ്സ് പർച്ചേസ്ഡ് എ മിഷനറി ഫോർ ₹50,000 on 1st January 2015. They purchased another machinery on 1st July 2017 for ₹40,000. Depreciation is provided at 10% per annum on original cost. ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണുന്നു. ഒരു മിഷനറി വാങ്ങിയതിൻ്റെയാണ്. ദെൻ നമ്മളോട് മിഷനറി അക്കൗണ്ട് 4 വർഷത്തേക്കുള്ള മിഷനറി അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയുന്നു. ദെൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബറിലാണ്. എല്ലാ വർഷവും ഡിസംബർ 31-നാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. നോക്കൂ, ഒരു ഡിപ്രീസിയേഷൻ ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്രോബ്ലം എങ്ങനെയായാലും ഉണ്ടാവാറുണ്ട്. ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അസറ്റാണോ അസറ്റ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ പറയുന്നു, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. പ്രത്യേക ഫോം അല്ല. നോക്കുക, ആദ്യം നമ്മൾ എഴുതുന്നത് അസറ്റ് വാങ്ങുന്ന എമൗണ്ട് എഴുതും, ക്യാഷ്. അതിൽ ഇൻസ്റ്റാളേഷന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ, എറക്ഷൻ എന്നോ ഇൻസ്റ്റാളേഷൻ എന്നോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് എമൗണ്ട് എഴുതുന്നു. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അതിന്റെ ഡിപ്രീസിയേഷൻ കാണുന്നു. ഡിപ്രീസിയേഷൻ കാണുന്നത് വാങ്ങിയ വിലയുടെ നിശ്ചിത ശതമാനമാണ്. ദെൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് എങ്കിൽ ബാലൻസിന്റെ ശതമാനമാണ് കണ്ടുവരേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എമൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. ടോട്ടലിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടും. ദെൻ ആ ബാലൻസിനെ നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും. ഒരേ കളർ ഉള്ളത് ശ്രദ്ധിക്കുക. അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നു. പുതിയ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നു ക്യാഷ്. ദെൻ നിലവിലുള്ള മെഷീൻ വിറ്റ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് സെയിൽ കാണിക്കണം. ദെൻ ഡിപ്രീസിയേഷൻ കാണിക്കുന്നു, വിറ്റതിൻ്റെയും ദെൻ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെയും ആഡ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ നഷ്ടമാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും ലാഭമാണെങ്കിൽ ഡെബിറ്റ് സൈഡിലും കാണിക്കും. വീണ്ടും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് കണ്ടെത്തും. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടും. അടുത്ത വർഷത്തെ അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറും. വീണ്ടും ഇതേ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദെൻ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ, അസറ്റ് വാങ്ങുമ്പോൾ വാങ്ങിയത് മുതൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വരെയും അസറ്റ് വിൽക്കുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ വിൽക്കുന്നത് വരെയുമാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. ഏറ്റവും ചുരുക്കിയിട്ട് ഓർക്കേണ്ട ഇങ്ങനെയാണ്, ബിസിനസ്സിൽ അസറ്റ് ഉള്ള സമയം അതിന്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് അസറ്റ് ഉള്ള അത്രയും സമയം അതിന്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. അങ്ങനെയാണെങ്കിൽ അസറ്റ് വാങ്ങുമ്പോൾ വാങ്ങിയത് മുതൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് വരെ ബിസിനസ്സിൽ അസറ്റ് ഉണ്ടായിരിക്കും. വിൽക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഓപ്പണിംഗ് മുതൽ വിൽക്കുന്നത് വരെയാണ് അസറ്റ് ഉണ്ടാവുക. അപ്പോൾ ഏത് വരെയാണോ അസറ്റ് ഉള്ളത് അതുവരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിപ്രീസിയേഷൻ കണക്കാക്കിയിരിക്കണം. മറ്റൊന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ, സ്ട്രൈറ്റ് ലൈനിന്റെ മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, അതല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയും. ഈ 3 മെത്തേഡും സെയിം തന്നെയാണ്, പേര് 3 എണ്ണമാണെന്ന് മാത്രം. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ് എങ്കിൽ ഒറിജിനൽ വിലയുടെ നിശ്ചിത ശതമാനമാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. വാങ്ങിയ വിലയുടെ നിശ്ചിത ശതമാനമായിരിക്കും. എന്നാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡോ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡോ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡോ ആണെങ്കിൽ
ഓപ്പണിംഗ് ബാലൻസിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം ആ ബാലൻസിന്റെ അത് മീൻ ഓപ്പണിംഗ് ബാലൻസിന്റെ ശതമാനമാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. വാങ്ങിയതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസുകൾ കിട്ടും. ഓരോ വർഷത്തെയും ഓപ്പണിംഗ് ബാലൻസിന്റെ ശതമാനമാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 50,000 രൂപയുടെ മെഷീൻ വാങ്ങുന്നു. 50,000 രൂപയുടെ മെഷീൻ വാങ്ങുന്നത് 1/1/2015 അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 31 ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഡിസംബർ 31 കാണിക്കുന്നു. 5,000 രൂപ. 50,000ന്റെ 10% 5,000 രൂപ. ടോട്ടൽ ചെയ്യുന്നു. ബാലൻസ് നമുക്ക് 45,000 കിട്ടുന്നു. ആ ബാലൻസിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് എഴുതുന്നു. ദെൻ അടുത്ത വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് ആണ് എങ്കിൽ 5,000 തന്നെയാണ് ഡിപ്രീസിയേഷൻ. അത് എഴുതുന്നു. ടോട്ടൽ ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്നു. കിട്ടുന്ന ബാലൻസ് 40,000 രൂപ. ആ 40,000 അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു. ആ വർഷമാണ് ജൂലൈയിൽ നമ്മൾ പുതിയ മെഷീൻ വാങ്ങുന്നു 40,000 രൂപയ്ക്ക്. സോ അവിടെ ഡിപ്രീസിയേഷൻ അപ്പൊ 2 എണ്ണം ഉണ്ട്. അഥവാ ആദ്യത്തെ 50,000ന്റെ മെഷീന്റെ ഡിപ്രീസിയേഷൻ ആയ 5,000-ഉം ദെൻ പുതിയതായിട്ട് വാങ്ങിയ 40,000ത്തിന്റെ മെഷീന്റെ ഡിപ്രീസിയേഷൻ അത് 10%. പക്ഷേ അത് വാങ്ങിയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വരെ 6 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വാങ്ങുമ്പോൾ വാങ്ങിയത് മുതൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നവരെ ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. അപ്പോൾ വാങ്ങിയത് ഫസ്റ്റ് ജൂലൈയിലാണ്. ജൂലൈ മുതൽ ഡിസംബർ വരെ 6 മാസമേ ഉള്ളൂ. സോ 40,000ത്തിന്റെ 6 മാസത്തേക്ക് 10% 6 മാസത്തേക്ക് എത്രയാണോ എമൗണ്ട് അത് എഴുതുക. ടോട്ടൽ ചെയ്യുന്നു. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 73,000 കിട്ടും. അടുത്ത വർഷത്തെ ബാലൻസ് ആ 73,000 എഴുതുന്നു. പിറ്റത്തെ വർഷം ഡിപ്രീസിയേഷൻ കാണുമ്പോൾ അഥവാ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ഈ മാസത്തിന്റെ പ്രശ്നമില്ല. കാരണം വാങ്ങിയ വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് 50,000ത്തിന്റെ 10% 5,000-ഉം 40,000ത്തിന്റെ 10% 4,000-ഉം ചേർത്ത് ഡിപ്രീസിയേഷൻ 9,000 എന്ന് എഴുതും. ഇതാണ് നമ്മോട് പറഞ്ഞ 4 വർഷത്തെ മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതേ ക്വസ്റ്റ്യന് നമ്മൾ ഇനിയിപ്പം ഇത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പൊ ഫസ്റ്റിലെ 50,000ത്തിന്റെ 10% 5,000 ഡിപ്രീസിയേഷൻ കണ്ടത്. രണ്ടാമത്തെ വർഷം 50,000ത്തിന്റെ 10% 5,000 ഡിപ്രീസിയേഷൻ കണ്ടതിന് പകരം റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ബാലൻസിന്റെ 10% ആയിരിക്കും. അഥവാ 45,000ത്തിന്റെ 10% 4,500 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എമൗണ്ടിൽ വ്യത്യാസം വരും. ഇവിടുത്തെ ബാലൻസ് 39,500 ആവും. അപ്പൊ പിന്നീട് ഡിപ്രീസിയേഷൻ കാണേണ്ടത് ഈ 39,500ന്റെ 10% 3,950 ആയിരിക്കും. ഇങ്ങനെ ബാലൻസിന്റെ ശതമാനമാണ്. അതുകൊണ്ടാണ് അതിന് റെഡ്യൂസിങ് ബാലൻസ് എന്ന് പറഞ്ഞത്. ബാലൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 4,500. ചെക്ക് ഇഷ്യൂഡ് ബട്ട് 12,000 ബട്ട് പ്രസന്റഡ് ഓൺലി 3,800. 12,000 രൂപയുടെ ചെക്ക് ഇഷ്യൂ ചെയ്തു. പക്ഷേ അതിൽ 3,800 മാത്രമേ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പ്രസന്റ് ചെയ്യാത്തത് എത്രയാണ് നമ്മൾ കണ്ടെത്തുക. അടുത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 7,400 ബട്ട് ചെക്ക് ഫോർ 3,600 വാസ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. ചെക്ക് 7,400 രൂപയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ അതിൽ 3,600 മാത്രമേ ബാങ്ക് കളക്ട് ചെയ്തിട്ടുള്ളൂ. ദെൻ നാലാമത്തത് ഡിവിഡൻഡ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് 700. 5 സാജൻ എ കസ്റ്റമർ പെയ്ഡ് 2,000 ഡയറക്ട്ലി ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. സാജൻ ഒരു കസ്റ്റമർ ആണ്. അയാൾ 2,000 രൂപ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് അയച്ചു. ഇതിൽ നിന്നൊരു ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ബാങ്ക് റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് ആണിത്. ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ക്യാഷ് ബുക്ക് ബാലൻസ് ആണെങ്കിലും പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിലും നമ്മൾ എഴുതുന്നു. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ആഡ് ചെയ്യുക. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ ആഡ് ചെയ്യുക. ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ് ലെസ് ചെയ്യുക. ബാങ്ക് ചാർജ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയവ ലെസ് ചെയ്യുക. പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ലെസ് ചെയ്യുക.
ചെക്ക് ഡിസ്ഹോണേഡ് ലെസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരമായിരിക്കും പാസ്ബുക്ക് ബാലൻസ്. ഇൻ കേസ് അത് മൈനസ് ഫിഗർ ആണെങ്കിൽ അത് ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഐ മീൻ പാസ്ബുക്കിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ക്യാഷ് ബുക്കിന് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ചെയ്യുന്നു. ക്യാഷ് ബുക്ക് ബാലൻസ് 4500. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ്. ചെക്ക് ഇഷ്യൂഡ് 12,000 അതിൽ 3800 രൂപ മാത്രമേ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പ്രസന്റ് ചെയ്യാത്തത് എത്രയാണ്? 8200 ആണ്. ഇൻട്രസ്റ്റ് ഡിവിഡന്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് 700. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ എ കസ്റ്റമർ 2000. ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ് 7400 രൂപയുടെ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷെ അതിൽ 3600 കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാത്തത് എത്രയാണ്? 3800 രൂപ. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്ബുക്ക് ബാലൻസ് 11,600 എന്ന് കിട്ടും. ദെൻ അടുത്ത 33ാമത്തെ ചോദ്യം ഇതാണ്. ഫ്രം ദി ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് കൺമണി ട്രേഡേഴ്സ്. അവരുടെ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നു. നമ്മളോട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അക്കൗണ്ട് ഐറ്റംസിൽ നോക്കുക. ട്രയൽ ബാലൻസ് ആണ്. ക്യാപിറ്റൽ 75,000, പർച്ചേസ് 24,000, റെന്റ് 2,400, വേജസ് 3,200, ഡെപ്റ്റേഴ്സ് 14,000, ക്രെഡിറ്റേഴ്സ് 16,000, ഡ്രോയിങ് 4,000, സെയിൽസ് 38,000, സ്റ്റോക്ക് 26,000, റിട്ടേൺ ഇൻവേർഡ് 2,000, റിട്ടേൺ ഔട്ട്വേർഡ് 1,000, ഫർണിച്ചർ 8,000, മെഷീനറി 36,000, ക്യാഷ് ഇൻ ഹാൻഡ് 4,400, സാലറി 6,000, ടോട്ടൽ 1,30,000. ദെൻ ഇതിനുമായി ബന്ധപ്പെട്ട കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സുകൾ. ഒന്ന്, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് rupees 35,000. ക്ലോസിംഗ് സ്റ്റോക്ക് 35,000 ആണ്. സെക്കൻഡ് വൺ, സാലറി പ്രീപെയ്ഡ് സാലറി ഉണ്ട് 800. ദെൻ ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ആൻഡ് മെഷീനറി 5%. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 600. യു ആർ റിക്വയർഡ് ടു ആൻസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ഡേഷ് ആൻഡ് ഡേഷ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തെല്ലാം പെടും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ദെൻ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺമണി ട്രേഡേഴ്സ്. കൺമണി ട്രേഡേഴ്സിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. നോക്കൂ, ഇതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അറിയാത്തവർ ഇതൊന്ന് പെട്ടെന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് ചെയ്യുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഞാൻ കാണിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസിൽ നിന്ന് റിട്ടേൺ മൈനസ് ചെയ്തിട്ട് എഴുതുക. വേജസ്, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, ഒക്ട്രോയ്, ഫാക്ടറി എക്സ്പെൻസസ്, ഫ്യൂവൽ, കോൾ, വാട്ടർ തുടങ്ങിയ സാധനങ്ങൾ. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, അതിൽ നിന്ന് റിട്ടേൺ മൈനസ് ചെയ്ത് എഴുതുന്നു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ടോട്ടൽ എഴുതുക. അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. ബാലൻസ് കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഗ്രോസ് ലോസും. ദെൻ അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതുന്നു. അത് മീൻ ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതും. അതിനുശേഷം സാലറി എഴുതുന്നു, ഡിസ്കൗണ്ട് അലൗഡ്, ദെൻ ഇൻട്രസ്റ്റ് അലൗഡ്, കമ്മീഷൻ, അഡ്വർടൈസിങ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ജനറൽ എക്സ്പെൻസസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റിനോടൊപ്പം ഫർദർ ബാഡ് ഡെപ്റ്റ് കൂട്ടുകയും ന്യൂ പ്രൊവിഷൻ കൂട്ടുകയും ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്യുകയും ചെയ്തിട്ട് എഴുതുന്നു. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്കാണെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതും. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് തുടങ്ങിയ ഇൻകംസ് എഴുതുന്നു. ടോട്ടൽ ചെയ്യുന്നു. വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് ബാലൻസ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ആണെങ്കിൽ നെറ്റ് ലോസുമായിരിക്കും. ദെൻ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ക്യാപിറ്റലിനോടൊപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നു, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുന്നു, എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു. ബാങ്ക് ലോണ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അൺഏൺഡ് ഇൻകം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. അസറ്റ് സൈഡിലേക്ക് ഗുഡ്വില്ല്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, വെഹിക്കിൾസ്, ഇൻവെസ്റ്റ്മെന്റ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇത്രയും സാധനങ്ങൾ അസറ്റ് സൈഡിലേക്കും എഴുതുന്നു. എന്നിട്ട്
ഇനി അഡ്ജസ്റ്റ്മെന്റുകൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റമാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതുക. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിലും എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യുക, ലയബിലിറ്റി സൈഡിൽ എഴുതുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഏതാണെങ്കിലും എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്യുക, അസറ്റ് സൈഡിൽ എഴുതുക. അക്രൂഡ് ഇൻകം ഇൻകത്തിനോടൊപ്പം ആഡ് ചെയ്യുക, അസറ്റ് സൈഡിൽ എഴുതുക. അൺഏൺഡ് ഇൻകം ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുക, ലയബിലിറ്റി സൈഡിൽ എഴുതുക. ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ ആ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുക. ഫർദർ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് ആണെങ്കിലും ബാഡ് ഡെപ്റ്റിനോടൊപ്പം ആഡ് ചെയ്യുകയും ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുകയും ചെയ്യുക. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുകയും ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യുക. ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുകയും ക്രെഡിറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുകയും ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് അഡ്ജസ്റ്റ്മെന്റൽ ഐറ്റംസ്, ഐ മീൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അഥവാ നമ്മുടെ ഫൈനൽ അക്കൗണ്ടിന്റെ അഡ്ജസ്റ്റ്മെന്റൽ ഐറ്റംസ് വരുന്നത്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 26,000, പർച്ചേസസ് 24,000, അതിൽ നിന്ന് റിട്ടേൺ 1000 മൈനസ് ചെയ്യുന്നു, 23,000 എഴുതുക. വേജസ് 3,200 ആണ്, അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്തിട്ട് എഴുതുക. ദെൻ സെയിൽസ് 38,000 ആണ്, അതിൽ നിന്ന് റിട്ടേൺ മൈനസ് ചെയ്തു, 36,000 എഴുതി. ക്ലോസിംഗ് സ്റ്റോക്ക് 35,000, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 71,000 കിട്ടുന്നു ക്രെഡിറ്റ് സൈഡ്. ദെൻ അതിനകത്തുനിന്ന് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടും, 18,200 കിട്ടും. അതിനെ പറയുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ദെൻ ആ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാവുന്ന ഐറ്റംസ് സാലറി ഉണ്ട്, അതിൽ പ്രീപെയ്ഡ് ഉള്ളത് കൊണ്ട് മൈനസ് ചെയ്തിട്ട് ബാക്കി എഴുതി 5,200 രൂപ. റെന്റ് 2,400, ഡിപ്രീസിയേഷൻ മെഷീനറി 1,800, ഫർണിച്ചർ 400, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 2,200 രൂപ. വീണ്ടും എമൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ ജസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ, അതിൽ നിന്നും ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് കുറച്ചപ്പോൾ നമുക്ക് 8,400 എന്ന് കിട്ടുന്നു. അതിനെ പറയുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നു. ക്രെഡിറ്റേഴ്സ് 16,000 രൂപ, വേജസിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു 600 രൂപ, ക്യാപിറ്റൽ 75,000 ആണ്, അതിനോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുകയും ഡ്രോയിങ്സ് ലെസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ 90. ദെൻ നമുക്ക് ക്യാപിറ്റൽ കിട്ടിയത് 75,000-നോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് ലെസ് ചെയ്തപ്പോൾ 79,400 ആണ്. ഇവിടെ 7 മിസ്സിംഗ് ഉണ്ട്, 79,400 എന്ന് കിട്ടും. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 4,400, ഡെപ്റ്റേഴ്സ് 14,000, ഫർണിച്ചർ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു 7,600 രൂപ, മിഷനറിയിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു 34,200 രൂപ, ക്ലോസിംഗ് സ്റ്റോക്ക് 35,000, സാലറി പ്രീപെയ്ഡ് 800 രൂപ, അക്കൗണ്ടിന്റെ ടോട്ടൽ ഐ മീൻ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 96,000 കിട്ടി. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓഫ് കുക്കു ലിമിറ്റഡ് തന്നിരിക്കുന്നു. നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് മാർച്ച് 1 ക്യാഷ് ഇൻ ഹാൻഡ് 7,000, ക്യാഷ് അറ്റ് ബാങ്ക് 4,000, മാർച്ച് 3 ക്യാഷ് പർച്ചേസ് 2,400, പെയ്ഡ് വേജസ് 400, ക്യാഷ് സെയിൽസ് 16,000, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 12,000, സോൾഡ് ഗുഡ്സ് ടു സജീർ ആൻഡ് റിസീവ്ഡ് എ ചെക്ക് 2,000, പെയ്ഡ് റെന്റ് ബൈ ചെക്ക് 2,400, ചെക്ക് റിസീവ്ഡ് ഫ്രം സജീർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, draw from bank for personal use, bought goods by check, received commission, paid insurance premium. ഇതിന് അനുയോജ്യമായ ക്യാഷ് ബുക്കിന്റെ പേരെന്താണെന്ന് എഴുതുക, ആ ക്യാഷ് ബുക്ക് വരക്കുക. ഇതിന് അനുയോജ്യമായ ക്യാഷ് ബുക്ക്, ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും ഒക്കെ തന്നു കഴിഞ്ഞാൽ അനുയോജ്യമായ ക്യാഷ് ബുക്കിന്റെ പേര് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ആ ട്രാൻസാക്ഷനുകൾ ഓരോന്നിന്റെയും
എൻട്രികൾ നോക്കിയാൽ മതി. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാങ്കിന്റെ കോളത്തിലും ക്യാഷിന്റെ കോളത്തിലും എമൗണ്ട് എഴുതിയാൽ മതി. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. പെയ്ഡ് വേജസ് ആണെങ്കിൽ വേജസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറഞ്ഞ പേര് കോൺട്രാ എൻട്രി എന്ന്, അഥവാ ബാങ്കും ക്യാഷും വരും. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും. അഥവാ ബാങ്കും വരും, ഡെബിറ്റിൽ ബാങ്കും ക്രെഡിറ്റിൽ ക്യാഷും, അല്ലെങ്കിൽ ക്രെഡിറ്റിൽ ബാങ്കും ഡെബിറ്റിൽ ക്യാഷും എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിനെ പറഞ്ഞ പേര് കോൺട്രാ എൻട്രികൾ എന്നാണ്. ദെൻ സോൾഡ് ഗുഡ്സ് ടു സെജീർ ആൻഡ് റിസീവ്ഡ് ചെക്ക്. സെജീറിന് സാധനം വിറ്റു, ചെക്ക് റിസീവ് ചെയ്തു. ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ക്യാഷ് എന്നാണ് കാണിക്കാറുള്ളത്. ദാറ്റ് ഈസ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സോൾഡ് ഗുഡ്സ് ആയതുകൊണ്ട് ക്യാഷ് ടു സെയിൽസ് എന്ന് എഴുതി കൊടുക്കാം. ദെൻ റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, ചെക്ക് ആയതുകൊണ്ട് ബാങ്ക് ആയിരിക്കും. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് എഴുതി കൊടുക്കാം. ദെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം സെജീർ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അതാണ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിന് തുല്യമാണ്. ദാറ്റ് ഈസ് കോൺട്രാ എൻട്രി വരുന്നു, ക്യാഷ് ടു ബാങ്കിന് തുല്യമായിരിക്കും. ദെൻ ഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്, ബാങ്കിൽ നിന്നും പേഴ്സണൽ യൂസിന് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ദെൻ സാധനം പർച്ചേസ് ചെയ്യുന്നു, ബോട്ട് ഗുഡ്സ് ആകുമ്പോൾ ബൈ ചെക്ക് ആകുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. ദെൻ പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതാണ് അതിന്റെ ജേണൽ എൻട്രികൾ. ഇതിന് നമ്മൾ നേരെ ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് ഫിറ്റിൽ ചെയ്താൽ മതി. നോക്കാം. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരക്കുന്നു. ഡേറ്റ് പെർട്ടിക്കുലർ ക്യാഷ് ബാങ്ക്, അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഡേറ്റ് പെർട്ടിക്കുലർ ക്യാഷ് ബാങ്ക്. ആദ്യം നമ്മൾ 1/3/2018 ബാലൻസ് എഴുതുന്നു, അഥവാ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ബാലൻസുകളായിട്ട് എഴുതും. 7000 4000. ദെൻ അടുത്തത് പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആകുമ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിന്റെ കോളത്തിൽ എമൗണ്ട് എഴുതുക. ദെൻ 10-ാം തീയതി 5-ാം തീയതി വേജസ് കൊടുക്കുന്നു. വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, ക്യാഷിലേക്ക് വേജസ്. ദെൻ 15-ാം തീയതി കോൺട്രാ എൻട്രി ആണ്, അഥവാ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. ബൈ ബാങ്കും ടു ക്യാഷും വരും, അത് കോൺട്രാ എൻട്രി ആണ്. ബാങ്ക് എന്ന് എഴുതിയിട്ട് ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു, ക്യാഷ് എന്ന് എഴുതിയിട്ട് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു. 20-ാം തീയതി ടു സെയിൽസ് 2000. 22-ാം തീയതി ബൈ റെന്റ് 2400. 25-ാം തീയതിയും കോൺട്രാ എൻട്രി ആണ്. ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് തന്നെയാണ്. അപ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷിൽ എമൗണ്ട് എഴുതുന്നു, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിലും എമൗണ്ട് എഴുതുന്നു. ദെൻ 28-ാം തീയതി ബൈ ഡ്രോയിങ്സ് ക്യാഷ് ആണ്. 30-ാം തീയതി ബൈ പർച്ചേസ് 2000 രൂപ. ദെൻ 30-ാം തീയതി ബൈ ഇൻഷുറൻസ് 1200 രൂപ. ദെൻ 30-ാം തീയതി കമ്മീഷൻ ടു കമ്മീഷൻ 3500 രൂപ. ടോട്ടൽ ചെയ്യുന്നു. 31-ാം തീയതിയിലെ ബാലൻസ് ക്യാഷിൽ 10500-ഉം ബാങ്കിൽ 11600-ഉം വരും. ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ്. അപ്പം നമ്മുടെ ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്തത്. 34 ക്വസ്റ്റ്യനുകളാണ്. ഓർ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അവസാനത്തെ ക്വസ്റ്റ്യനുകൾക്ക് 8 മാർക്ക് തന്നെയാണ് ക്വസ്റ്റ്യനുകൾ വരിക. ഓക്കെ, താങ്ക് യു.